ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യത്തെ ഫുൾ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു 3 ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പുതിയ വർക്കാണ്. കോഴിക്കോട് കൊമ്മേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർക്ക്. ഇപ്പോൾ നമ്മൾ സീലിംഗ് ബോർഡൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. സീലിംഗ് ബോർഡ് ഫുള്ള് പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. കോപ്പറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഓടും പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കോട്ട് അടിച്ചിട്ടേ ഉള്ളൂ. ഇനി ഓടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ നിന്ന് തേപ്പും കുമ്മായത്തിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഓട് പിന്നെ രണ്ടാം സെക്കൻഡ് കോട്ട് അടിക്കുക. ഇപ്പോൾ മുകളിലൊരു ഭാഗം വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റെയർ കേസിൻ്റെ നേരെയുള്ള ഭാഗം വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് സീലിംഗ് ബോർഡ് ഇട്ട് ആ സീലിംഗ് ബോർഡിൻ്റെ മുകളിൽ ഓട് വെച്ച് ചെയ്യുകയാണ്. ഇനി ഈ ബാക്കി ഇടാനുള്ളൊരു ഭാഗമാണ് ഈ ഭാഗം. ഇത് മഴ പെയ്തിട്ട് ഉള്ളോട്ട് വെള്ളം വരുന്നതുകൊണ്ട് അവർ ഷീറ്റും ഡാർപ്പായ കൊണ്ട് കെട്ടിയിട്ട് കാണും. അപ്പോൾ ഈ ഗ്ലാസ് വെക്കാനുള്ളൊരു ടൈമിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ബാക്കി പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പണി തുടങ്ങിയപ്പോഴാണ് കണ്ടത് കുറച്ച് ബെൽഡ് ചെയ്ത ഭാഗങ്ങൾ പെയിൻ്റ് അടിക്കാത്തതുണ്ട്. ബെൽഡ് ചെയ്ത ഭാഗവും പിന്നെ കുറച്ച് കമ്പി പെയിൻ്റ് അടിക്കാത്ത ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ജസ്റ്റ് പെയിൻ്റ് അടിച്ച് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. മാക്സിമം നമ്മൾ കമ്പി ഫുള്ള് പ്രൈമർ അടിച്ചിട്ടിടുന്നതാവും നന്നാവുക. പ്രൈമർ അടിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ധൈര്യം ഉണ്ടാവും. റസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ അടിക്കുന്നത്. ഇതിൻ്റെ ഒരു മൂലൻ്റെ ഭാഗമാണിത്. ഇതും പെയിൻ്റ് അടിക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓടിടാൻ തുടങ്ങിയിട്ടുണ്ട്. സീലിംഗ് ബോർഡ് വെക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ പെയിൻ്റ് അടിക്കാൻ ഒരാളാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ സീലിംഗ് ബോർഡ് അവിടെ അടുപ്പിച്ച് വെച്ച് വരികയാണ്, ക്ലിയർ ചെയ്ത് വരികയാണ്. അപ്പോൾ അടുപ്പിച്ച് വെക്കുമ്പോൾ ചെറിയ കോങ്കുത്തുണ്ടാകുമ്പോൾ ഫുള്ള് ഇങ്ങോട്ട് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കും. കോങ്കുത്ത് വരുന്ന നമുക്ക് കറക്റ്റ് മനസ്സിലാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് വെച്ച് വരുമ്പോൾ ചുമർമലേക്ക് അടുപ്പിക്കുമ്പോൾ അടുത്തത് അടുപ്പിക്കുമ്പോൾ ഇതിന് ലെവലായിട്ട് വരില്ല. അപ്പോൾ അതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ലെവലാക്കിയിട്ടാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഓട് വിരിക്കാൻ തുടങ്ങി. ഓട് വിരിക്കുമ്പോൾ ഗ്ലാസിൻ്റെ ഫ്രെയിമിനെ അടുപ്പിച്ച് വരുന്ന ഭാഗത്ത് നമ്മൾ സിലിക്കോൺ ഇട്ടിട്ട് ഗ്യാപ്പ് അടിക്കുകയാണ്. ഒരു സിലിക്കോണിൻ്റെ ഉള്ള ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അതിന് കറക്റ്റായിട്ട് മുട്ടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആ സിലിക്കോൺ ഇട്ട് അടിക്കാനുള്ള ഒരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. വെള്ളം ഒലിച്ച് വരാനുണ്ടാവില്ല. ഈ പാറലടിച്ചിട്ട് വരുന്ന ഉള്ളോട്ട് വരാതിരിക്കാൻ നമ്മൾ ആ ഒരു ഗ്യാപ്പ് സിലിക്കോൺ ഇട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. സിലിക്കോൺ ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് വലിച്ച് കറക്റ്റ് അതിൻ്റെ മുകളിൽ എല്ലാ ഗ്യാപ്പും അടച്ചു കൊടുത്താലേ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ സീലിംഗ് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓടും വിരിച്ചിട്ട് പോവാം. അതായത് സീലിംഗ് ബോർഡ് ഒരു 4 വരി ഇങ്ങനെ മേലോട്ട് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഓടും വിരിച്ച് പോയി കഴിഞ്ഞാൽ റിസ്ക് കുറഞ്ഞ് കിട്ടും. റിസ്ക് കുറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സീലിംഗ് ബോർഡ് മൊത്തമായിട്ട് ഇട്ട് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഓട് ഇടാൻ വേണ്ടി പോകുമ്പോൾ തരാനും വെക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സീലിംഗ് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അപ്പം തന്നെ ഇട്ട് പോകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ ആരാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന്? ഈ വീഡിയോയിൽ ഇപ്പം കാണുന്ന ആളാണ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് ഫിറോസാണ്. ഞാൻ കോഴിക്കോട് പൂവാട്ടുപറമ്പിലാണ് എൻ്റെ വീട്. അപ്പോൾ എനിക്ക് ഈ ചാനലല്ലാതെ വേറെ ഫുട്ബോളിൻ്റെ ചാനലുണ്ട്. ഫുട്ബോൾ വീഡിയോസ് ചെയ്യലുണ്ട് ഞാൻ. ഫിറോസ് വ്ലോഗ് ഫുട്ബോൾ എന്നാണ് ചാനൽ പേര്. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് സംബന്ധമായിട്ടുള്ള വീഡിയോസ് അതിൽ ഇടാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ വേറെ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെല്ലാ സപ്പോർട്ടും ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. കുറച്ച് തെറ്റുപാടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും. വീഡിയോസിൽ ഇനി എന്തൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓടുമായിട്ട് സംബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിലുണ്ടാവും. ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഫസ്റ്റത്തെ ലൈനിൽ സീലിംഗ് ബോർഡ് ജസ്റ്റ് കട്ട് ചെയ്ത് വിടണം. ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഓടിൻ്റെ ചാട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടിയത്തെ വരി കുറച്ച് കയറ്റി വെക്കും. കയറ്റി വെച്ച് കഴിഞ്ഞാൽ അടിയിലൊരു ചാട്ടമായിരിക്കും തോന്നിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയി സീലിംഗ് ബോർഡ് അടിയത്തത് കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്നത്.
ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആൾ നമ്മളെ ഈ വീടിൻ്റെ ഓണറാണ്. അടുത്ത ഉപ്പയാണ്. ഉപ്പ നമുക്ക് സഹായത്തിന് വേണ്ടി മേലോട്ട് കയറി വന്നതാണ്, കൂടെ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. ഉപ്പൊക്കെ വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആവുന്നുണ്ട്, അപ്പോൾ നമുക്കൊരു സഹായത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇത് നമ്മളെ മൂലയാണ്. മൂല നമ്മുടെ സീലിംഗ് കൂടെ ഇങ്ങനെ 2 സൈഡിൽ നിന്നും സെൻറ്റർ കണക്കാക്കിയിട്ട് കട്ട് ചെയ്യണം. സെൻറ്റർ കറക്റ്റാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്ന് സീലിംഗ് കൂടെ വെക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഹൈറ്റിൻ്റെ മുകളിലാണല്ലോ, അപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഇതാണ്ട് 2 സൈഡ് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഓട് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. ഓട് കറക്റ്റ് അതിൻ്റെ ബാക്കി പീസെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് മേലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മൂല വെക്കാനുള്ള പരിപാടിയിലാണ്. ഈ മൂല വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടി കഴിച്ച് പോന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ, റിസ്ക് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറഞ്ഞ ഓടുകൾ വെച്ചിട്ട് അതിൻ്റെ മൂലോട് വെക്കുകയാണ്. മൂലോട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് നമ്മൾ പീസൊക്കെ ആദ്യം വെച്ചിട്ടുണ്ട്. ഉള്ളിൽ പീസ് വെച്ചിട്ട് കുമ്മായം വെച്ചിട്ടാണ് ഈ മൂലോട് വെച്ചത്, സൈഡിൽ ഗ്യാപ്പ് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കുറച്ച് സ്ട്രോങ് ആക്കിയിട്ട് ഫിനിഷിങ് വർക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തേപ്പ് വരുന്നത്. ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. വൃത്തിയിൽ ഇങ്ങനെ നല്ല ലെവലാക്കി തേച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓടിന് പെയിൻ്റ് അടിച്ച ഓടിന് നമ്മൾ തേക്കുമ്പോൾ ഒരിക്കലും ലൂസിൽ കുമ്മാടരുത്. ഇതിപ്പോൾ കുറച്ച് ലൂസുണ്ട്, അതാണ് ഒരു വലിഞ്ഞ മാതിരി തോന്നുന്നത്, താഴോട്ട് ഇറങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നത്. അപ്പോൾ കുറച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് മിനുക്കി കൊടുത്ത് വൃത്തിയാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ലൂസുള്ള കുമ്മായായിട്ടാണ് നമുക്ക് ഈ പെയിൻ്റ് അടിച്ച് ഓടുമ്പോൾ കുറഞ്ഞ ലൂസുള്ളതായാലെങ്കിലും അതിന് നമ്മൾ പിടിച്ച് കിട്ടില്ല. ഉണങ്ങാൻ വെള്ളം വലിയാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ അതിന് മറിച്ച് പെയിൻ്റ് അടിക്കാത്ത ഓടാണെങ്കിൽ ഈ ലൂസ് അതിലേക്ക് റെഡി ആയിരിക്കും. ചിലപ്പോൾ ഇതിലും കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ നമ്മൾ 2 സൈഡും തേച്ച് കഴിഞ്ഞിട്ട് ഒരു മൂലൻ്റെ 2 സൈഡും തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ ഓപ്പോസിറ്റ് ഒരു മൂലമുണ്ട്, അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.